സിസ്റ്ററെ, ഈ റൂം നമ്പർ 303 ഏതാ? ഇതാണ്. പക്ഷേ അങ്ങോട്ട് തിരിഞ്ഞാക്കടോ. ഫൽഗു. മറകു. ഓക്കെ. ഓക്സിജനൊക്കെ വലിച്ച് നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങുകയാണല്ലേ? ഇതെന്തേ കാണിക്കുന്നേ? ഓ, എന്തോ ഇങ്ങാട് പോടി, ഇങ്ങാട്ട് പോടി. പോ. ഇതിനെ പിടിച്ച് മാറ്റടാ. നിർത്തി. 12 വർഷത്തെ കളരി കാറ്റിൽ പറത്തിക്കൊണ്ടായിരുന്നു അവളുടെ അടി. 25 വർഷം നീണ്ടുനിന്ന തീയണിഞ്ഞതിന്റെ സംതൃപ്തി ചാവേർ വാവച്ചന്റെ മുഖത്ത് പ്രകടമായിരുന്നു. വാവച്ചന്റെ ചിരി കണ്ടപ്പോ ഒരു പടക്ക കമ്പനി മൊത്തം കത്തിച്ചു വന്ന പോലെ തോന്നി. പക്ഷേ പണി പാളി. ഞങ്ങളുടെ കണക്കുകൂട്ടലുകൾ മുഴുവനും തെറ്റിച്ചുകൊണ്ടായിരുന്നു വാവച്ചന്റെ ആ പ്രകടനം. ഞാൻ പൊട്ടി. അവന്റെ ഒരു ഓക്സിജനും എന്റെ ചേട്ടനെ നീ മിണ്ടരുത്, കൊന്നുകളയും ഞാൻ. നീ ഊതിക്കെടുത്തില്ലേ വാവച്ചനോട്? ചത്തവൻ എന്തിനാ ആപ്പിള്? ചത്തോ? പടാ. നീ അധികം ചിരിക്കണ്ട. നീ ഉണ്ടാകുന്നെങ്കിലും വാവച്ചൻ അബദ്ധം പറ്റിയേനെ. എന്നാലും വാവച്ചൻ ആപ്പിളും കടിച്ചോണ്ട് വന്ന സീനെ അത് കിടുവായിട്ടോ. എന്നാലും ലാലുണ്ടായിട്ട് ഇതെങ്ങനെ പറ്റിയെന്ന എനിക്ക് മനസ്സിലാവാത്തത്. അതിന് ലാല് വടികെട്ടി കിടക്കുമായിരുന്നല്ലോ. ഓ, പറഞ്ഞതുപോലെ നിങ്ങളത് അറിഞ്ഞില്ലല്ലോ. എല്ലാ ദിവസത്തെയും പോലെ ഒരു സാധാരണ ദിവസം മാത്രമായിരുന്നു ഞങ്ങൾക്കത്. പക്ഷേ ഞങ്ങളെ ഞെട്ടിച്ചുകൊണ്ടായിരുന്നു ആ വാർത്ത വന്നത്. വാവച്ചനെ കൊന്നതാ. ആടെ മേത്താണ് അങ്ങനെ പടക്കം പിടിച്ച് കളിച്ച്. ആരേ വിഷ്ണുബുദ്ധൻ? ആരേ വിഷ്ണുബുദ്ധൻ? വിഷ്ണുബുദ്ധൻ അറിയില്ലെന്നും. എടാ, അങ്ങേരുടെ കയ്യെത്താത്ത നാടില്ല. ഇന്ന് പണി കിട്ടും ഉറപ്പാ. നമുക്ക് ഇപ്പൊ തന്നെ ഇങ്ങോട്ടെങ്കിലും തന്നെയല്ലോ. തന്നെ? ഇപ്പൊ തന്നെയോ? എങ്ങോട്ട്? നമുക്കെന്നാ സേതുവിന്റെ വീട്ടിലേക്ക് പോയാലോ? ഈ ചെറിയ കേസ് നമ്മൾ അവിടം വരെ പോകാം. നിനക്കയാൾ അറിയാത്തോണ്ടാ. നീ വാ ലാലു. ലാലു കേറ. ഈ ടൈമിലാണ് നിന്റെ ഒരു സ്ലോ മോഷൻ. ഒന്ന് വേഗം വാ. എടാ, നമ്മളെല്ലാവരും കൂടി മുങ്ങിയ അവന്മാർ അന്വേഷന്റെ വീട്ടിലെത്തും. അമ്മയെ നമുക്ക് വേറെ എങ്ങോട്ടെങ്കിലും മാറ്റാം. കറക്റ്റ് 10 മണിയാകുമ്പോൾ നിങ്ങൾ പഴയങ്ങാടി എത്തണം. ഞങ്ങളും കൂടെ എത്തിയാ പോരെ? ഗുണ്ടകൾ വന്നേക്കണു പേര് പറയാനായിട്ട്. നമ്മൾ വരുന്ന കാര്യം സേതുവിനെ വിളിച്ച് പറ. ഓക്കെ ലാലു. അമ്മേ,
അമ്മേ ഇവിടെ കിടക്കുകയാണോ? ഇതുവരെയായിട്ടും റെഡി ആയില്ലേ? പെട്ടെന്ന് എഴുന്നേറ്റേ. പെട്ടെന്ന്. റെഡി ആവാനോ? എവിടെ പോവാനാ? അത് നമുക്കൊന്ന് അമ്മാവന്റെ വീട് വരെ പോവാം. അമ്മേന്റെ ഒരൊറ്റ സത്യം പറഞ്ഞമ്മേ, നമുക്കൊന്ന് പോയി വരാം. ആവൂ, ഇപ്പോഴെങ്കിലും നിനക്ക് ഏട്ടനോടുള്ള ദേഷ്യം തീർന്നല്ലോ. അച്ഛന്റെ മരണശേഷം ഞങ്ങളെ ഒന്നും തിരിഞ്ഞു നോക്കാത്ത ചെറ്റയാണ് എന്റെ പൊന്നമ്മാവൻ. ഇത് മാത്രമായിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ ക്ഷമിച്ചേനെ. പക്ഷെ ചിത്രത്തിന്റെ ക്ലൈമാക്സ് എന്നെ കാണിക്കാതിരുന്നത് ഞാൻ ഒരിക്കലും ക്ഷമിക്കില്ല. ജനാർദ്ദനൻ ചേട്ടനാണോ? അതെ. ഓ, എന്താ കാര്യം? ലാലു മതി. അല്ല, താൻ ആരാ? ആരിത്? ദേവകിയോ? ഇതേതാ വണ്ടി? ഇത് ഹരിക്ക് ഓഫീസിൽ നിന്ന് കൊടുത്ത വണ്ടി ഏട്ടാ. ഇത് പുതിയ വണ്ടിയാ? ഈ പാവ അമ്മാവനെയൊക്കെ ഓർമ്മയുണ്ടോ ഹരി? അയ്യോ, വന്ന കാലിൽ തന്നെ നിൽക്കാതെ കേറി വാ. ഓന്തിനേക്കാൾ പെട്ടെന്ന് നിറം മാറാൻ കഴിയുന്ന ജീവിയാണ് താൻ എന്ന് തെളിയിക്കുകയായിരുന്നു എന്റെ അമ്മാവൻ. ലാലു ഇപ്പോ ഏത് ഓഫീസിലാ? ഞാനൊരു ഫൈനാൻസ് കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഏത് ഫൈനാൻസ് കമ്പനി? ശാസ്ത ഫൈനാൻസ് എന്ന് പറയും. ഹരി അവിടുത്തെ മാനേജർ ഏട്ടാ. അതെ അതെ. സുമതി, പെട്ടെന്ന് ചായ എടുത്ത്. ചായ ഒന്നും വേണ്ട അമ്മേ, എനിക്ക് ഓഫീസിൽ കുറച്ചേരം പണിയുണ്ട്. ഞങ്ങൾ ഇപ്പൊ തന്നെ ഇറങ്ങും. ഏയ്, അത് പറ്റില്ല. ഈ രാത്രി നിങ്ങൾ എങ്ങോട്ടും ഇല്ല. അമ്മ കുറച്ച് ദിവസം ഇവിടെ ഉണ്ടാവും അമ്മാവ. നാളെ ഓഫീസിലൊരു മീറ്റിംഗ് ഉണ്ട്, അതുകൊണ്ട് എനിക്ക് കുറച്ച് പ്രിപ്പയർ ചെയ്യണം. മാത്രമല്ല പണിക്കാർ നാളെ വീട്ടിലെത്തും. വീടിനിപ്പോ എന്താ പണി? അതൊന്നും കാര്യമായിട്ടില്ല, വീടൊന്ന് പുതുക്കി പണിയുന്നു, അത്രമാത്രം. അതിനിപ്പോ ഒരുപാട് കാശാവില്ലേ? ഒരു മാനേജർ വിചാരിച്ച 10-20 ലക്ഷം മറിക്കാനാണോ ബുദ്ധിമുട്ട്? 20 ലക്ഷം? എന്നാ ശരി അമ്മാവ, ഞങ്ങൾ ഇറങ്ങാം. അങ്ങനെയൊക്കെ പോയാലോ? നീ ഗീതനെ കണ്ടിട്ട് ഒരുപാട് നാളായില്ലേ? അവൾ ഇന്നുകൂടെ നിന്റെ കാര്യം പറഞ്ഞതേ ഉള്ളൂ അല്ലേ സുമതി? പിന്നെ മോളെ ഗീതു, മോളെ ഗീതു, എടി മോളെ, മോളെ, ഈ ധാര വന്നിരിക്കണം നോക്കിയേ. നമ്മളെ ലാലുവാണ് മോളെ. അച്ഛൻ ഇപ്പൊ വരാം. ഹോസ്പിറ്റലിൽ നടന്നതുപോലെ എൻ്റെ അമ്മ അറിഞ്ഞ സത്യമായിട്ട് നിന്റെ വീട്ടുകാരെ ഞാൻ കത്തിച്ചാണ്. അറിയാലോ എന്നെ. ശാസ്ത ഫൈനാൻസിൽ നിന്ന് 6 ലക്ഷം രൂപ ലോൺ എടുത്തിരുന്നു. ഈ വീട് കെട്ടാൻ തന്നെയാ. ലാല് മാനേജർ ആയതുകൊണ്ട് കുറച്ച് ഇളവ് കിട്ടിയായിരിക്കും അല്ലേ? ലോൺ അടച്ച് തീർത്തു തന്നെ വിചാരിച്ചോ? ഇനി ആ ലോൺ എങ്ങാനും അടച്ചെന്ന് ഞാൻ അറിഞ്ഞ. അയ്യോ, എന്നെന്താ ഭീഷണിപ്പെടുത്താണോ? ഭീഷണിയായിരുന്നു അത്. ഇനി ചെയ്ത്ത അതോർത്തോ. ശരി അമ്മ. അമ്മാവാ, ടാറ്റ. ഓ, അബു, വണ്ടി എടുത്തോ. അനിയന്മാർ ഇങ്ങോട്ടൊന്ന് ഇറങ്ങിയേ. ചേട്ടാ, അബദ്ധം പറ്റിയതാ. അതിന് ഞങ്ങളൊന്നും ചെയ്യരുത്. എടാ, അനിയന്മാർക്ക് ഒരു അബദ്ധം പറ്റിയാന്ന്. ഇന്നലെ അങ്ങ് പൊയ്ക്കോട്ടല്ലേ. വണ്ടി കയറ്റി, വണ്ടി. ഈ പന്നികളെ പേടിച്ചോ നമ്മുടെ സേതുവിനെ അങ്ങോട്ട് പോകാൻ പോയത്. അവൻ വിഷ്ണുബുദ്ധൻ.
നിന്റെ പേര്? ലാലു. എന്റെ വലം കയ്യാ അവൻ വെട്ടിയെ. അതിന് ഞങ്ങൾ ആ, എനിക്ക് നിങ്ങളുടെ പണി ഇഷ്ടപ്പെട്ടു. അതിനൊരു സ്റ്റൈലുണ്ട്. എൻ്റെ ഒരു ലോഡ് സൂചിക്കോട്ടയിലുണ്ട്. അത് എത്തിക്കേണ്ടടുത്ത് എത്തിക്കണം. ഭയം എന്നിൽ തന്നെ ഞാൻ മൂടിയപ്പോൾ പുത്തൻ കരുതിക്കാണും ധീരനാണ് ഞാനെന്ന്. അന്ന് ആളറിയാതെ ചെയ്തു പോയാട്ടോ. ഓ, അത് കാര്യമാക്കണ്ട. ഇതെനിക്ക് സാധാരണ കിട്ടുന്നതാ. വീട്ടിലാരൊക്കെയുണ്ട്? വൈഫും പിന്നെ 2 പെമ്മക്കളാ. ഫുൾ ടൈം ഇത് തന്നെയാണോ പരിപാടി? ഞാൻ പോലീസിലാ. കാര്യമായിട്ട് പറഞ്ഞതാ, കോൺസ്റ്റബിളാ. പക്ഷെ ഇപ്പൊ സസ്പെൻഷനില്ല. പിന്നെ എന്തിനാ ഈ പണി? കുടുംബം നോക്കണ്ടേ? 2 പെമ്മക്കളാ. ഡിപ്പാർട്ട്മെന്റിൽ കിട്ടുന്ന നക്കാപ്പിച്ചുകൊണ്ട് എന്ത് ചെയ്യാന്? അല്ലാതെ പിന്നെ. ഏറ്റവും കൊള്ളാം. രാജുജി, ബുദ്ധൻ കാ നയ ലോക ഹൈ. ഹലോ. ആ, ഹലോ. എത്ര വേണമെന്നാ പറഞ്ഞേ? ഇവിടം വരെ എത്തിക്കാനേ പറഞ്ഞുള്ളൂ. ബാക്കി നിങ്ങൾ ഫോണിൽ സംസാരിക്കുന്ന ബുദ്ധൻ സാറ് പറഞ്ഞത്. ये क्या बतिया रहे हैं? यही कि इनकी जिम्मेदारी सिर्फ माल यहाँ लाने की है, बाकी बातें बुद्धन से हमें करनी होगी। अब बेजोश का क्या डिमांड होगा? नमस्कार बुद्धन जी। जी, आपका माल आ गया यहाँ पे, बट रेट के बारे में हमारा कोई डिस्कशन नहीं हुआ। जी, आप बहुत ज़्यादा बोल रहे हैं। ये तो बहुत ज़्यादा है सर। जी, आप सुरभि से बात कर लीजिए 1 मिनट। मैं क्या संभालो मैं क्या यार। करूं? हेलो, ആ ആ ശരി. 3 പെട്ടിന്ന് വെച്ചാ 3 പെട്ടി. സാറല്ലേ? ഡാഡി വരും, അകത്തേക്ക് ഇരിക്കാം. ഞങ്ങൾ ഇവിടെ നിന്നോളാം. ചായ വേണ്ട കേട്ടോ. എന്തുവാടാ? എന്താ പേര്? സിദ്ധു, സിദ്ധാർത്ഥ് ബുദ്ധൻ. മിണ്ടാരിടാ. ലാലു, ആ